നമസ്കാരം. വാസ്തുശാസ്ത്രം എന്നത് രണ്ട് പദങ്ങളുടെ മിശ്രിതമാണ്. വാസ്തുശാസ്ത്രം, വാസ്തു എന്നാൽ വസ്തുക്കൾ എന്നാണ്. എന്നാൽ ശാസ്ത്രം എന്നാൽ അടിസ്ഥാനപരമായി നിയമങ്ങളുടെ ഒരു സംഗ്രഹം എന്നാണ്. ഒരുമിച്ച് വസ്തുക്കളുടെ സ്ഥാന നിർണയത്തിനുള്ള അടിസ്ഥാന നിയമങ്ങൾ എന്നാണ് ഈ വാക്കിൻ്റെതായ അർത്ഥം. ഒന്നുകൂടി പറയുകയാണ് എങ്കിൽ, വാസ്തുവിദ്യയുടെ ശാസ്ത്രം, അതായത് വാസ്തുശാസ്ത്രം, അളവുകൾ, ഒന്ന് സ്ഥല ക്രമീകരണമാണ് തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പുരാതനമായ ശാസ്ത്രം കൂടിയാണ് ഇത്. പ്രധാനമായ പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥ ഇതിലൂടെ പരാമർശിക്കുന്നതാകുന്നു. പഞ്ചഭൂതങ്ങളായ ആകാശം, വായു, ജലം, അഗ്നി, ഭൂമി എന്നിവയുടെ ഊർജം അത് സന്തുലിതമാകുമ്പോൾ അവിടെ ഒരു പോസിറ്റീവായ ഊർജം ഉണ്ടാകുന്നതാണ്. അതായത് ഈശ്വരാനുഗ്രഹം അവിടേക്ക് ഒഴുകിയെത്തുന്നതാകുന്നു. ഇതിനായിട്ടാണ് വാസ്തുവിൽ ചില കാര്യങ്ങൾ പാടില്ല അല്ലെങ്കിൽ ആവാം എന്ന് പറയുന്നത്. ചില വീടുകളിൽ നാം കയറി ചെല്ലുമ്പോൾ മുതൽ മനസമാധാനം, സന്തോഷം അനുഭവപ്പെടുന്നതാണ്. ഇതാ വീടുകൾ വാസ്തുപ്രകാരം ശരിയായ വസ്തുക്കൾ സ്ഥാപിച്ചതിനാലാകുന്നു. വാസ്തുവിൽ സസ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം തന്നെ നൽകപ്പെടുന്നതാണ്. ചില സസ്യങ്ങൾ പ്രത്യേക സ്ഥാനത്തിൽ നടുന്നതിലൂടെ ആ കുടുംബത്തിന് സൗഭാഗ്യം, ഐശ്വര്യമാണ് വന്നു ചേരുക. അത്തരത്തിൽ വീടിന്റെ പിൻവശത്ത്, അതായത് പ്രധാന വാതിലിന്റെ നേർവിപരീതമായി ഓപ്പോസിറ്റായി വരുന്ന ഭാഗം കിഴക്കോട്ടാണ് അഥവാ ഈസ്റ്റ് ആണ് പ്രധാന വാതിലെങ്കിൽ, പടിഞ്ഞാറ് ദിശ വെസ്റ്റ് ആണ് വീടിന്റെ പുറകുവശം വരുന്നത്. അതേപോലെ വടക്ക് ദിശയാണ് പ്രധാന വാതിൽ വരുന്നത്, എന്നാൽ പിൻവശം തെക്ക് വശമാണ്, അതായത് സൗത്ത് ആകുന്നു. ഇങ്ങനെ വീടിന്റെ പിൻവശത്ത് ചില ചെടികൾ വളർത്തുന്നത് വളരെയേറെ ഗുണകരമായി തന്നെ വാസ്തുവിൽ പരാമർശിക്കുന്നതാണ്. ഇവയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പുറകുവശം, പണ്ടെല്ലാം ഈ ദിശയിൽ ഒരു വാതിൽ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും അടുക്കളയിൽ നിന്നും പുറകോട്ടുള്ള വാതിൽ അഥവാ വർക്ക് ഏരിയയിൽ നിന്നും വരുന്ന വാതിൽ പുറകുവശത്തേക്ക് ഉള്ളവയാകുന്നു. ചിലർക്ക് ഈ വാതിൽ പുറകുവശത്തേക്ക് തന്നെ ആകണം എന്നില്ല, ചിലപ്പോൾ മറ്റൊരു ദിശയിലാകാം. എന്നിരുന്നാലും ഈ വാതിലിന് വളരെ വലിയ പ്രാധാന്യം നിങ്ങൾ നൽകണം. വിളക്ക് വീടുകളിൽ കൊളുത്തുമ്പോൾ പോലും ഈ വാതിൽ അടച്ചിട്ട ശേഷം മാത്രമേ വിളക്ക് തെളിയിക്കുവാൻ പാടൂ എന്നാണ് പറയുക, അല്ലെങ്കിൽ അത് ദോഷമായി ഭവിക്കും. ഇതിന് പിന്നിലെ കാരണം ഈ വാതിലിലൂടെ ശ്രീദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മി ഇറങ്ങിപ്പോകും എന്നാണ്. പകരം മൂദേവി അല്ലെങ്കിൽ അലക്ഷ്മി ദേവി വീടുകളിലേക്ക് പ്രവേശിക്കും എന്നർത്ഥമാക്കാം. ഇതിനാൽ ഈ വാതിലിന്റെ ഇരുവശത്തുമായി ചില സസ്യങ്ങൾ നട്ടു വളർത്തുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. പടിഞ്ഞാറ് വശത്താണ് പിൻവശത്തെ വാതിൽ അഥവാ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന വാതിൽ എങ്കിൽ, ഇവിടെ തുളസിയും അതോടൊപ്പം മഞ്ഞളും നട്ടു വളർത്തുകയാണ് എങ്കിൽ അത്രമേൽ വിശേഷമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. രണ്ട് സസ്യങ്ങളും ഒരുമിച്ച് നട്ടാൽ മാത്രമാണ് ഈ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. തുളസി ഇങ്ങനെ നടുമ്പോൾ ഒരു മൂടെങ്കിലും കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശകളിൽ ഉണ്ടാകേണ്ടതാണ്. അതല്ല എങ്കിൽ അത് ആ വീടിന് ദോഷമായി ഭവിക്കും. അതിശയിപ്പിക്കുന്നതായ സാമ്പത്തിക നേട്ടങ്ങളാണ് അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പെട്ടെന്ന് കടം ഇല്ലാതെയാകും എന്ന് തന്നെ അർത്ഥമാക്കാം. കിഴക്ക് വശത്ത് അഥവാ പിൻവശത്തെ വാതിൽ കിഴക്ക് വശത്താണ് വരുന്നത് എങ്കിൽ, അഥവാ അടുക്കളയിൽ നിന്നും ഇറങ്ങുന്നതായ വാതിൽ കിഴക്ക് വശത്താണ് എങ്കിൽ, ശംഖുപുഷ്പവും തുളസിയും നട്ടു വളർത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇരു സസ്യങ്ങളും നട്ടു വളർത്തുന്നത് ആ വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾക്ക്, പണമഴ പെയ്യുന്നതിന് സഹായകരമായി തീരും. ഇത് വെറും വാക്കല്ല, ഒരുപാട് പേരുടെ അനുഭവം തന്നെയാണ്. തെക്ക് വശത്താണ് പിൻവശത്തെ വാതിൽ വരുന്നത് എങ്കിൽ അല്പം കൂടുതലായും ശ്രദ്ധ നിങ്ങൾ നൽകണം.
ഈ വാതിൽ കേട് വരാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദിശയുടെ അകത്തും പുറത്തും എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ്. കറ്റാർ വാഴ ഇവിടെ വളർത്തുന്നത് അത്രമേൽ ശുഭകരമായി കണക്കാക്കാം. കൂടാതെ ബാംബു ഗ്രാസ് ഇവിടെ നട്ടു വളർത്തുന്നതും ഏറ്റവും വിശേഷമാണ്. സർപ്പപോള വളർത്തുന്നതും ഉത്തമമാകുന്നു. അനാവശ്യമായ ചിലവുകൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ആ ചിലവുകൾ ഒഴിവാക്കുവാനും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. വടക്ക് വശം, അതായത് പിൻവശം വടക്ക് വശത്താണ് വരുന്നത് എങ്കിൽ അടുക്കള വാതിൽ നിന്നും പുറത്തേക്ക് വരുന്നതായ വാതിൽ വടക്ക് വശത്താണ് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുക. മാവ് ഇവിടെ വളർത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു. സമൂഹത്തിൽ ഉയർച്ച വന്നു ചേരുന്നതിനും സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതിനും ഏറ്റവും വിശേഷമായി തീരും. മനസ്സിലുള്ള പല ദുഃഖങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. വാഴ വയ്ക്കുന്നതും ഏറ്റവും വിശേഷമായി കണക്കാക്കാം. തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിനും സഹായകരമായി തീരും. തുളസിയും മണി പ്ലാന്റും ഇവിടെ ഒരുമിച്ച് നട്ടു വളർത്തുന്നതും വിശേഷമാണ്. ഞവര വളർത്തുകയാണ് എങ്കിൽ അതും ശുഭകരമാണ്. അതിനാൽ മണി പ്ലാന്റ് അല്ലെങ്കിൽ ഞവര അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നറിയപ്പെടുന്നതായ ഈ സസ്യം നിങ്ങൾ വീടുകളിൽ നട്ടു വളർത്തുക. ഒരുമിച്ച് നട്ടു വളർത്തുന്നത് ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതിനും ഏറ്റവും സഹായകരമായി തീരും. നട്ടു വളർത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് പരിപാലിക്കുന്നതായ കാര്യം. പരിപാലനം കൂടി ശരിയാവുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ഐശ്വര്യം നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. ഈ പരാമർശിച്ചിരിക്കുന്നതായ വാസ്തു ചെടികളാണ് നിങ്ങൾ വളർത്തേണ്ടത്. അതായത് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായ ദോഷങ്ങൾ അവ ചെറുതോ വലുതോ ആകട്ടെ, അവ മാറുവാൻ വാസ്തു വഴി നമ്മെ സഹായിക്കുന്നതായ ചെടികളാണ് ഇവ. ഇവയെക്കുറിച്ച് പുറത്ത് പറയരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ചിലർ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. ഇപ്രകാരം പറയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചതായ ഫലം ലഭിക്കണം എന്നില്ല. ഈ സസ്യം നട്ടു വളർത്തിയിരിക്കുന്നത് എൻ്റെ കടം മാറാനാണ് എന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ പറയുവാൻ പാടുള്ളതല്ല. ഇവ നട്ടതിൽ പിന്നെ എൻ്റെ ഭാഗ്യം തെളിഞ്ഞു എന്ന് പുറത്ത് പറയരുത്. വിശ്വാസത്തോടെ ഇവ നിത്യവും നിങ്ങൾ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. അല്പസമയം ഇതിനായി എടുക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പസമയം ചെലവഴിക്കുക. ഇവിടെ അടുത്ത് വൃത്തിഹീനമായ ഒന്നും പാടില്ല എന്നതാണ് വാസ്തവം. ഇവ കേടാവുകയോ ഉണങ്ങിയാലോ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. ഉടനെ പുതിയൊരു ചെടി ഇവിടെ വളർത്തണം. വീടുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ ഒഴിയുവാൻ ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ ശ്രമിക്കുക. അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.